അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ലോങ് ട്രിപ്പിന് പോകണം. മിനിമം 2 days എങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്നൊക്കെ വയ്യ പറയാം. പിന്നെ ഓരോരുത്തർക്കുള്ള ഫുഡ് ഇതുപോലെ പൊതിയാക്കിയാണ്ട് ഓരോരുത്തരുടെ ബാഗിൽ വെച്ച് തന്നണം കേട്ടോ. അപ്പോൾ എന്താണ് ഫുഡ് എന്ന് വെച്ചാൽ നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ചമ്മന്തിയും പപ്പടമൊക്കെയാണ് കേട്ടോ. എൻ്റെ ഉമ്മമാക്ക് ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അങ്ങനെ കേട്ടോ നമ്മൾ വാങ്ങി കഴിക്കണ സംഭവങ്ങളൊന്നും നമ്മളെ പള്ളക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ അതല്ല ഉമ്മ എന്നോട് ആകെ പറഞ്ഞത് എന്താ വെച്ചാൽ കണ്ടത് മുഴുവൻ എടുത്ത് കഴിക്കരുത് എന്നാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് എടുത്തു കൂടെ പോയാൽ മതി, ഞാൻ വാങ്ങി കഴിക്കൂട്ടോ. പിന്നെ എൻ്റെ ട്രിപ്പൊക്കെ ആകെ കൊളായ മട്ടൈക്കാരോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുക്കേണ്ടത് ഇതാ ബസ് വന്നപ്പോൾ ഓടി കയറാട്ടോ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരൂർ സ്റ്റാൻഡിലെത്തി. കാരണം ഒട്ടും ടൈമില്ല, 11:30ക്കാണ് ട്രെയിൻ. ഇപ്പോൾ ഏകദേശം 10:45. എന്താണെന്ന് പറയുക, ഈ ടിക്കറ്റ് എടുത്തിട്ടില്ല, മിക്കവാറും ജനറലേക്കാരം. എൻ്റെ അനിയത്തിയൊക്കെ ഭയങ്കര ത്രില്ലിലിട്ടോ, മണ്ടിപ്പനി വരുന്നുണ്ട്. ഓളെ വിചാരം നല്ല സുഖമാണെന്നാണ്. പിന്നെ ഈ ലൈക്ക് അടിച്ചിട്ട് ഉണ്ടല്ലോ, ഇവനാണ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാവരും ഒരുക്കം കഴിഞ്ഞിട്ട് ഓൻ്റെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓൻ വൈകിയാണ് എണീറ്റതൊക്കെ. നമ്മളൊക്കെ ഒരു ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ തലേന്ന് ഉറക്കം തന്നെ ഉണ്ടാവില്ല. ടിക്കറ്റ് എടുക്കണോ വേണ്ടതെന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിൽ പിന്നെ പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ, കാരണം ഫൈന് വന്നാൽ നല്ല കിട്ടും. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിടയിലേ. ഒരു പൊരിക്കടിക്കാർ, അതായത് സമൂസ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരാൾ പോയിട്ടാണ്. ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങി. വല്യമ്മ പറഞ്ഞൊക്കെ ഓർമ്മയിലുണ്ട്, എന്നാലും അവിടെ നിന്നോട്ടെ, വിശക്കുമ്പോൾ തിന്നല്ലോ. കാണുമ്പോൾ എന്താ അറിയില്ല, വാങ്ങാതൊക്കെ ഒന്നുമില്ല. എൻ്റെ ലഗേജ് ഇത് അവിടെ ഉണ്ട്. പിന്നെ ഇതാ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആളുണ്ട്, അവൻ്റെ തലമണ്ടൊക്കെ ഒന്ന് കൊടുക്കണം, അവൻ കാരണം കുറച്ചൊക്കെ നേരം കേട്ടാ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഗൈസ് ഇതാണ് ട്രെയിനിൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് കാലിക്കറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ ആൾക്കാർ ഇറങ്ങി. ഞാൻ വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ് കിട്ടാനായിട്ടോ. അപ്പോൾ തിൻ്റെ അമ്മ ഒന്ന് വിളിച്ചിട്ടുണ്ടായി, കാരണം അങ്ങനെ ബെജ് ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റിലായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ തിരൂരിൽ നിന്ന് മംഗലാപുരത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഹെഡ് 100 രൂപേനെ. ഞങ്ങൾ മാംഗ്ലൂർ എത്തി. മാംഗ്ലൂർ അഥവാ മംഗലാപുരം. എൻ്റെ ഫ്രണ്ടിനോട് വെച്ചിട്ട് വെച്ച് മാംഗ്ലൂർക്കാണ് പോകണം. അപ്പോൾ നല്ല മംഗലാപുരത്തേക്കാണ്. പിന്നെ മനസ്സിലായത് രണ്ടും ഒന്നാണ്. എന്താ ചെയ്യുക ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ മംഗലാപുരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. ഓട്ടോക്കാർ പറ്റിച്ചെന്ന് തന്നെ പറയട്ടോ. അങ്ങനെ ഞങ്ങൾ ഗണേഷ് ട്രാവൽസ് എത്തി. ഇവിടെ എൻ്റെ അമ്മോനാട്ടോ ബസ് ബുക്ക് ചെയ്തേ. ഇനി ഞങ്ങൾ ബസ്സിലാണ് പോകാനുള്ളത്, അതും 2T ബസ്സിൽ കേട്ടോ. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ പോകണം. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് 8:30 മണിക്കാണ് ബസ്. ഇപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുള്ള ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി കുറച്ചും ഇങ്ങോട്ട് ഒന്ന് കറങ്ങാം, മാംഗ്ലൂർ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയത് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് നന്ദിനിയാണ്. ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് ഗണേഷ് ട്രാവലിൻ്റെ തന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ബസ് വരുന്ന വരെ വെയിറ്റിംഗ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത് എല്ലാവരും ഉണ്ട്. ഉമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, അമ്മോൻ്റെ മോനുണ്ട്, എൻ്റെ അനിയനുണ്ട്. എൻ്റെ ചെറിയ അനിയനൊക്കെ അവനൊക്കെ ഭയങ്കര ഇതിലാണ്, ഉറങ്ങണം കൂടിയില്ല. പക്ഷേ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മൾ ബസ് വന്ന് ഗൈസ്. ഇപ്പോൾ ഏകദേശം 8:30 മണിയായിട്ട് നമ്മൾ വിചാരിച്ച് ഇവരെ വേറെ ബസ്സൊക്കെ അതിൻ്റെ മുന്നിലായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അവിടെ വിചാരിച്ചിട്ടോ. പക്ഷെ ഞങ്ങൾ ബസ് വന്ന് ഇവരെ ബാക്കിലാണ്. പറഞ്ഞാൽ ബസ്സിലെ കണ്ടക്ടർ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലേ പറയാം, മൂപ്പരെ ഒന്ന് വിളിച്ചോട്ടെ നമ്മൾ അറിഞ്ഞതില്ലെങ്കിൽ ബസ് പോയിന്. ബസ് സ്റ്റാർട്ട് ചെയ്തൊക്കേന് ഞങ്ങൾ ഓടിക്കയറി. കാരണം പിന്നെ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കറിൽ കയറണം. അപ്പോൾ അതിൻ്റെതായിട്ടൊരു എന്തോ ഒരു എക്കാച്ചക്കത്തിൽ എങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഇതിട്ടാ. പിന്നെ ഞങ്ങൾക്ക് ഫുള്ള് താഴത്തെ സീറ്റിന് അടിയിൽ ഒരു സെറ്റ് ആയിക്കോട്ടേന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ വിചാരം പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ ആവണ മാതിരി കിട്ടിയ സീറ്റ് കയറി കുത്തിറക്കാൻ ചോദിച്ചാൽ ഞങ്ങൾ ഇഷ്ടമുള്ളതിൽ കയറി കുത്തിറഞ്ഞ കേട്ടോ. ഇത് പക്ഷേ ഇന്നൊരാൾ വരണണ്ടില്ലേ, മൂപ്പര് എന്നിട്ട് ഒടുക്കത്തെ ചീത്ത പറഞ്ഞു കേട്ടോ. ചീത്ത പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെ സീറ്റിൽ തന്നെ ഇരുന്ന്, നമുക്ക് അറിയില്ലല്ലോ. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംഭവം എല്ലാം ഉണ്ട്. എൻ്റെ അനിയന് ഇവിടെ ഡ്രസ്സൊക്കെ വരികയാണ് കേട്ടോ. ആള് മറ്റേ പെരയിലുള്ള കാര്യമാണ്. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ അനിയത്തി ഒരു റൂമിൽ എന്നുള്ള പോലെ, ശരിക്കും റൂം പോലെ തന്നെ, ബാത്റൂമില്ല എന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ ബസ്സിൻ്റെ ഏറ്റവും ബാക്കിലേന് കേട്ടോ. അങ്ങനെ ഇത് ഓരോരുത്തരെല്ലാവരും ഓരോരോ റൂം സെറ്റായി. ഇത് ഞങ്ങൾ എടുത്താണ് കേട്ടോ. അവിടെ 2 ആൾക്ക് കിടക്കുക. പിന്നെ അതേപോലെ തന്നെ വേറെ 2 റൂം, അതേപോലെ തന്നെ ഞങ്ങൾ 2-3 കപ്പിൾ റൂം ആയിക്കട്ടെ, അതായത് കപ്പിൾ ബെഡ് ആയിക്കാണ്ടായിട്ട് എടുത്തിരിക്കണത്. ഞാനും എൻ്റെ സിസ്റ്ററും ഒപ്പേന്, ഞങ്ങളാണ് ഏറ്റവും ബാക്കിൽ. പിന്നെ ദയവ് ചെയ്ത് സീറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ബാക്ക് എടുക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര കുലുക്കാണ്. രാത്രി ബസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈറ്റും കൂടി കയറ്റിയ പ്രേതങ്ങളെ മാതിരിയാണ്. കാരണം നമ്മൾ പ്രേത ഫിലിമിലൊക്കെ കാണുന്ന ഒരു കട്ടൻ പാറ, ഡോറടി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതേനി. പിന്നെ ഒടുക്കത്തെ കുലുക്കേനി. വേറൊരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്.
അതായത് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം, നല്ല സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് യാത്ര ചെയ്യാം. ഗണേഷ് ട്രാവൽസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക അങ്ങനെ തന്നെ ഇക്കാരും, പക്ഷേ ഞാൻ ഗണേഷിലാണ് ട്രാവൽ ചെയ്തത്. അടിപൊളിയായിട്ട് ഇവർ ഒരുപാട് ബസ്സുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇതേ ട്രാവൽസിൻ്റെ തന്നെ ഒരുപാട് ബസ് കണ്ടിട്ട് ഇവർ പല റൂട്ടിൽ ഞാൻ ബസ് കയറിയതിൻ്റെ ശേഷം പിന്നെ ഓരോരുത്തർ ബാഗിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട്. കാരണം ബസ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കയറ്റാൻ പറ്റില്ല. കയറ്റാൻ പറ്റായല്ല, വെറുതെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെന്ത് ചെയ്തെന്നുള്ളതല്ല, നമ്മൾ പോകുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 12 മണി 1 മണിക്കണം, ഫുള്ള് ഇറ്റായിട്ടോ. അപ്പോൾ ഒന്നും കാണില്ല. ബസ്സിൽ യാത്ര ചെയ്യണമാണോ കംഫർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ബസ്സാണ് തോന്നിയത്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് സീറ്റ് എടുക്കാതിരിക്കുക, ഭയങ്കര കുലുക്കേക്കാരും. വേറെ എല്ലാം ഓക്കെ കേട്ടോ, അടിപൊളിയാണ്, നല്ല സേഫ്റ്റി ഉണ്ട്. ഇപ്പം ഏകദേശം 1 മണിയായി. നമ്മളൊരു കാട്ട് കൂടെ പോകട്ടെ. അത് നല്ല അടിപൊളി ഫോറസ്റ്റാണ്, പക്ഷേ ഇറ്റാണ്ട് ഒന്നും കാണില്ല കേട്ടോ. ഇതിൽ കൂടെ പോണ എല്ലാ വണ്ടീസും അതിൻ്റെ ലൈറ്റും ഓണൊക്കെ ഓഫ് ചെയ്താണ് കേട്ടോ പോണത്. അതിൻ്റെ അടുത്ത് നമ്മൾ കാറ്റാടിയും കണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പോൾ ഏകദേശം 6 മണിയായി. നമ്മൾ വീഡിയോ എടുക്കണേണ്ടിയിൽ എപ്പോഴോ ഇറങ്ങിപ്പോയിട്ടാ. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റ് പല്ലും കൂടി തേച്ചിട്ടില്ല, എളിച്ച് കുത്തിറക്കണേണ്ടിയില്ല. ഞാനിപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഞാനിത് മേലേക്ക് കയറിയത് കേട്ടോ. മേലത്തെ ബെഡ് അടിപൊളിയായിട്ട് ഗൈസ്. പക്ഷെ എന്താ പറയുക, ഭയങ്കര ബസ് ഇങ്ങോട്ട് കുലുങ്ങുമ്പോൾ മറ്റേ നമ്മളെ തല പോയി മേലെ ഇടിക്കുക, നല്ല രസമുണ്ട്. ഞങ്ങളെ കണ്ടിട്ട് ഒരുപാട് ചിരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ പുറത്തുള്ള കാഴ്ച നോക്കിയത് വല്ല മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്നതാണ്. കാരണം രാവിലെ നീച്ചപ്പോൾ തന്നെ ഇവിടുത്തെ സ്മെല്ല് എനിക്ക് തീരെ പറ്റണില്ല കേട്ടാ. പിന്നെ അമ്മോൻ്റെ കടയിൽക്കാട്ടോ ഞങ്ങൾ ഇന്ന് പോണത്. അല്ല സോറി, ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ ഇതുവരെ മറന്നില്ല. ഞങ്ങൾ കർണാടകയ്ക്കാണ് പോണത്. കർണാടകയിൽ ജംഖണ്ഡി പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇപ്പോൾ പോണത്. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. നല്ല തണുപ്പാട്ടോ ഗൈസ്. അതൊരു മലമ്പ്രദേശം. ഞാൻ കണ്ടില്ല തലക്കെട്ടുകയാണ് മറ്റേ സിനിമയിലൊക്കെ ഉള്ള മാതിരി ഫീൽ ചെയ്ത് കുത്തിർക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഭയങ്കര തണുപ്പാണ്, പക്ഷെ ഒടുക്കത്തെ നാറ്റാട്ടാ. അങ്ങനെ ബസ് ഇങ്ങനെ പോകണം. പിന്നെ അതായത് ഇവിടെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോലെ തുടങ്ങി. കാരണം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ നടന്നൊക്കെ കേട്ടോ കുറേ ആൾക്കാർ പോണേ. പിന്നെ ഇവരെ വീടൊക്കെ നോക്കുക, എന്തോരം നമ്മളവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അത് ഓക്കെ. പക്ഷെ ഇവർക്കൊക്കെ എല്ലാവർക്കും ഒരു കോമൺ ബാത്റൂമൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ അതല്ല, ചിലയിടത്ത് ബാത്റൂം തന്നെ ഇല്ല കേട്ടോ. അത് വേറൊരു കോമഡി. ഒന്നും ഇപ്പം ഞാൻ അത് പറയണില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര ഇതിനങ്ങാട്ടി ലോങ്ങൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര ഉള്ളേരി കൂടെ ഒന്നും പോയിട്ടില്ല. ചിലപ്പോൾ അതേക്കാരും ഓരോ കുട്ടികളൊക്കെ നീച്ച് രാവിലെ തന്നെ സ്കൂൾക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഓരൊക്കെ നടന്ന് പോണ കുട്ടികളേക്കാരും അതേക്കാരും. അത് ഈ രാവിലെ ഇത്രയും തണുപ്പിലൊക്കെ എണീറ്റ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ 7 മണിയായിട്ടുള്ളൂ. അടിയിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടോ. ബസ്സേര് വന്നിട്ട് ജംഖണ്ഡി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം കണ്ട. ഞാൻ ചാർജറൊക്കെ പ്ലഗൊക്കെ അതോടൊക്കെടുത്ത് ഊരിയതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ നടക്കുകയാണ്. കാക്കാൻ്റെ ഷോപ്പ് കാണാനാണ് നിങ്ങൾ ശരിക്കും വന്നത്. പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ്. 2 കടയാണ് ഇട്ടുള്ളത്, 2 ബേക്കറിയാണ്. അപ്പോൾ ആദ്യത്തെ ബേക്കറി ഉദ്ഘാടനത്തിന് വരണം കുറേ ആഗ്രഹിച്ച്. അതിപ്പോൾ കുറേ കൊല്ലമായി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഒന്നും നടക്കില്ല. അങ്ങനെ ഇപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ എത്തി. അതാ പറഞ്ഞത്, ഒരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കാക്കാനെ കണ്ട്. കാക്ക പണിത്തിരക്കിലാണ്, വേറെ ഒന്നുമില്ല, കട തുറന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ കസ്റ്റമർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സത്യം പറയാ ഇതൊക്കെ എല്ലാം കൂടി കണ്ടിട്ട് ഞങ്ങളാണ് ഫുഡ് കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അതും ബേക്കറി ഐറ്റംസും ലഡുവൊക്കെ എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഗൈസ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ എന്ത് ചെയ്യണം എന്താ അറിയില്ല. ആദ്യം ഞാൻ പോയിക്കാണ്ട് ഐസ്ക്രീമിൽ നോക്കി. ഇവിടെ ഐസ്ക്രീം അങ്ങനെ പോകില്ല, ഇവിടെ മെയിനായിട്ട് കേക്ക് കേട്ടോ. കാക്ക എപ്പോഴും പറയലുണ്ട്, ഇവർ തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ കേക്കൊക്കെ ഇഷ്ടം പോരുണ്ട് കേട്ടോ. കാക്ക കണ്ടില്ല, അവിടെ ഓരോ പണിയിലാണ്. ഞങ്ങളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച്. അപ്പോൾ ഇതാണ് കടൻ്റെ പേര്. എന്താണെന്ന് എന്നോട് ചോദിച്ചത്. ബാംഗ്ലൂർ ബേക്കറി എന്നാട്ടോ ഷോപ്പിൻ്റെ പേര്. കർണാടകയിലെ ഇത് മിങ്കയൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും ആദ്യത്തെ കടയ്ക്ക് പോയിട്ട് അവിടെയാണ് കാക്കാൻ്റെ മുകളിലത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഈ ഒരാളെ കണ്ട്. എൻ്റെ അമ്മക്ക് ഭയങ്കര ഇതിട്ട് അമ്മ വീഡിയോ എടുത്തിടുന്ന് മക്ക് എല്ലാവർക്കും കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കാക്കാൻ്റെ ഫസ്റ്റത്തെ ഷോപ്പ്. അതും ബാംഗ്ലൂർ ബേക്കറി തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ അനിയനൊക്കെ അവിടെ എത്തി. മക്കളെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരാൾ ചിരിച്ചാണ്ട് കിട്ടും. ഇതാണ് അമ്മോൻ്റെ മോൻ കേട്ടോ. നമ്മളെ കേരള മിച്ചറൊക്കെ ഇവിടെ ഉണ്ട്. സമാധാനം, ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ലല്ലോ, എടുത്ത് നിന്നാലോ എന്നൊക്കെ എങ്ങനെ ആലോചിച്ചു. മോന് മറ്റേ കർണാടകയിൽ നമ്മളെ വെൽക്കം ചെയ്യാട്ടോ. പിന്നെ എൻ്റെ കണ്ണോ ഇത് കേക്ക് മക്കാണ്. ഇവർ ഒരുപാട് കേക്ക് ഉണ്ട്. കാരണം ന്യൂ ഇയർ ആവാനായിക്കണം. ശരിക്കും ഞങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ ഇവിടെ ന്യൂ ഇയറിൽ ഇവിടെ ഭയങ്കര രസകരം. അപ്പോൾ അത് കാണാൻ വന്നിട്ട് ഇത് അമ്മോൻ്റെ ചെറിയ മോനാണ്.
ഞാൻ ക്യാമറ എടുത്ത് അപ്പോൾ വ്ളോഗെല്ലാം എടുക്കും. പിന്നെ ഇതിൻ്റെ അമ്മായിയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കേൾക്കുമ്പോഴൊക്കെയാണ് കണ്ണു പോണത്. പിന്നെ കളർ കേക്കൊക്കെ പല എന്ത് ജാതി കളറുകളാണ് മക്കളെ, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവർ കെടുക്കണ റൂമിൽ പോയി. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. നാട്ടിലൊക്കെ വന്നാൽ എന്തോ ഒരു സുഖത്തിൽ കിടക്കണതാണ്. ഇവരെ റൂമൊക്കെ നോക്കി കഴിച്ച്. പക്ഷേ ഈ റൂം എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നോക്കി മക്കളെ, അത് ഫുള്ള് ചോക്ലേറ്റ്. ആ ഡബ്ബ ഫുള്ള് നിങ്ങൾ പെയിൻറ്റഡ് ടിന്നാന്ന് വിചാരിച്ചു, പക്ഷേ പെയിൻറ്റഡ് ടിന്നൊന്നല്ല കേട്ടോ, നല്ല ചോക്ലേറ്റ് കണാശാണ്. പിന്നെ അതിൻ്റെ അടിയിലുള്ള ഫുള്ള് ഡയറിമിക്ക്. ഞാൻ എൻ്റെ അനിയത്തി അപ്പം തന്നെ ഓരോന്നിച്ച് എടുത്തിട്ടാണ്. ചോദിച്ചാലും പറയാനൊന്നുമില്ല, ഫുള്ള് എടുക്കുക കക്ക എന്ന് പറഞ്ഞ മാതിരി. ചെറിയ ഇത് വേണമെന്ന് അറിയണ്ടേ, വേറെ ഒന്നുമില്ല, കോൽമുട്ടായിയാണ്. അത് ഞാൻ അത് വിചാരിച്ചാൽ അതൊന്നുള്ളൂ ഒന്നും. പിന്നല്ലേ മനസ്സിലായത് ഒരു കുപ്പിയോടൊക്കെ കൊടുന്ന് വെച്ചേക്കണേ, കുട്ടികളുടെ അടിക്കൊക്കെ തോന്നേ. മിക്കവാറും ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളിത് മുടിയും. അങ്ങനെ അത് കഴിഞ്ഞാൽ അത് കാക്കാൻ്റെ റൂമിൻ്റെ കൂടെ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വീട് സെറ്റാക്കി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതൊരു പബ്ലിക് ഗസ്റ്റ് ഹൗസ് ആട്ടോ. അതായത് നമ്മൾ കർണാടകയിലുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരൊക്കെ താമസിച്ച റൂമാട്ടോ. ഇത് നോക്കി മക്കളെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈ റൂം. നമ്മളെ നാട്ടിൽ ഇതൊക്കെ ഹൈലി എന്ന് പറയാൻ പറ്റുമോ? വീട് കാണാൻ അടിപൊളിയാണ്. പിന്നെ അത് അവിടെ കുറേ ഗസ്റ്റ് ഹൗസുകളുണ്ട്. ഇതിൽ ഈ ഗസ്റ്റ് ഹൗസ് എനിക്ക് നല്ല ഇഷ്ടമായി, അടിപൊളി കേട്ടോ. അതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ പിന്നെ ചെയ്യാം, അത് ഈ വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ടയർഡാണ്, കാരണം ചെരുപ്പും കൂടി ഇടാതെ പുറത്തെ ഈ ഗസ്റ്റ് ഹൗസ് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്, ഫ്രഷ് ആവണം, ഓരോരുത്തർ ഫ്രഷ് ആവുകയാണ്. അങ്ങനെ ഫ്രഷ് ആയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബെഡൊക്കെ ഒരു ചാട്ടം കേട്ടോ. പിന്നെ ഇപ്പോഴാണ് നീഞ്ചണത്. പിന്നെ നീഞ്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നൈറ്റ് ഒന്നും കൂടി അടിപൊളിയാവും എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ഇതാ ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ, ഒരു മീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ മെയിൻ സിറ്റി പോലെ കേട്ടോ, ഇവിടുത്തെ മെയിൻ ജംഗ്ഷനാണിത്. കാക്കാൻ്റെ ഷോപ്പിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്, KSRTC സ്റ്റാൻഡും. പിന്നെ അതേപോലെ ഒരു ഗേൾസിൻ്റെ കോളേജാണ് തോന്നുന്നുണ്ട്, അവിടെ ഗേൾസിനെ മാത്രമേ കാണുള്ളൂ. അപ്പം ഒരു കോളേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എപ്പോഴും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല എന്താ പറയുക, നല്ല സുഖമായിട്ട് തന്നെ നടക്കുക, വേറെ ഒന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ സാധനങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളെ ഫോണ്, പിന്നെ ബാഗ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ നമുക്ക് ഇതാവട്ടെ. ഇവിടെ നല്ല കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാക്കപ്പോൾ പറയലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ സേഫാക്കി വെച്ചതിൻ്റെ ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങളൊരു പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ഹൈ സെക്യൂർഡാണ്. അവിടെ എപ്പോഴും പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളവിടെ ബുക്ക് ചെയ്തത് നല്ല കാക്കാൻ്റെ ഒരു ഫ്രണ്ടിന് ഗവൺമെൻറ്റിലൊക്കെ കുറച്ചൊരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടിയതാട്ടോ, ഫ്രീ ആയിട്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ ശരിക്കും പെട്ടെന്ന് വന്നതും. അപ്പോൾ അങ്ങനെ അവിടെ കടയിൽ വന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണ് പോകണത് കേക്ക് വെക്കാം. എനിക്ക് എന്താ അറിയില്ല, ഞാൻ വന്നതിൻ്റെ ശേഷം കേക്കൊന്നും കഴിച്ചില്ല കേട്ടോ. കേക്ക് അല്ലാത്തൊക്കെ കഴിച്ചിക്കണം, കേക്ക് കഴിച്ചില്ല എന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വന്ന ആ ക്ഷീണമൊക്കെ ആയിട്ട് റൂമിലേനില്ല. അങ്ങനെ ഞങ്ങൾ വന്നപ്പം കാക്കാൻ്റെ ഷോപ്പിൽ പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആളെ ഞങ്ങൾ ചോട്ടുന്നാട്ടോ വിളിച്ചൽ. അപ്പോൾ ആദ്യമായിട്ട് കണ്ടിട്ടപ്പോൾ ഞാൻ മൂപ്പരോട് ഹായ് എന്ന് പറയുന്നപ്പോൾ മൂപ്പരെ ഹായ് പറയാണ്. ആൾ UP കാരനാട്ടോ. പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇതാ ഈ നടന്നു വരുന്ന ആളാണ് കേക്ക് മേയ്സിരി. ഇയാളാണ് ഈ കേക്ക് മുഴുവൻ ഉണ്ടാക്കുന്നത് കേട്ടോ. മൂപ്പര് കുറച്ചൊരു ഗൗരവക്കാരനാണ്, പക്ഷെ ആൾ അടിപൊളിയായിട്ടോ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇയാൾ ഭയങ്കര ചൂടനാന്നൊക്കെ വിചാരിച്ച്. കേക്ക് തരുമോയെന്ന് ചോദിച്ചപ്പോൾ തരൂല എന്നല്ല നെഹി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് കേക്ക് തരൂലേക്കായിരുന്നു. പക്ഷേ സത്യത്തിൽ എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കാക്ക ചോട്ടുവിനെ കൂടെ ഞങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കി തന്നേ. എൻ്റെ ഒരുപാട് കാലത്തൊരാഗ്രഹം കേട്ടോ പിസ്സ കഴിക്കണമെന്ന്. കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ പിസ്സ കഴിക്കണം കാണുമ്പോൾ എല്ലാം പുതിയ ആളുണ്ട്. പക്ഷെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും കഴിക്കില്ല. ഇനിയിപ്പോൾ ഒന്നും പറയണേ, ഞാൻ അങ്ങോട്ട് വരുന്ന തലേന്ന് കോളേജിൽ നിന്ന് എക്സാം കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിസ്സ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതേമാതിരി ഭയങ്കര കോസ്റ്റ് ആയപ്പം പിന്നെ അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. അതിന് പകരം ഞങ്ങൾ വേറെ ചിക്കിങ് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇനി. അപ്പോൾ അന്ന് മിസ്സായത് ഇന്ന് കിട്ടിയപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം. അതാണ് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. അങ്ങനെ നമുക്ക് കിട്ടി. ഏതായാലും നല്ല രസമുണ്ടേനി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടേനി. അത് ചൂടോടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനി. അങ്ങനെ ഞങ്ങൾ പിന്നെ പിസ്സ ഒക്കെ കഴിച്ചു. ചോട്ടുവിനോട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടാ. ഇനി ചോട്ടുവിനെ കുറച്ച് മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ഫുഡ് കിട്ടിയാലും ആദ്യം നമ്മൾ വീഡിയോസ് എടുക്കും, കുറച്ച് ഫോട്ടോസ് എടുക്കും. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ. അങ്ങനെ നമ്മളിവിടെ കാര്യമായിട്ട് പിസ്സ കഴിക്കുമ്പോൾ ഒരാൾ കേക്ക് മുറിച്ച് വെച്ചുകൊണ്ട് മറ്റേതൊക്കെ വെച്ചാണ് വന്നത് കേട്ടോ. എൻ്റെ അനിയനാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുക്ക് റൂം മാറിട്ടോ, കാരണം മറ്റേ റൂമിൽ എൻ്റെ അമ്മൂൻ്റെ മോനും എളീമാൻ്റെ മോനൊക്കെ വന്നിട്ട് ഞങ്ങൾ റൂമിൽ ഷിഫ്റ്റായി.
അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് എൻ്റെ ഉമ്മയും അനിയത്തിക്ക് ഷോപ്പിലേക്ക് പോയിക്കണേ, കാക്കാൻ്റെ അടുത്തേക്ക് പോയിക്കണേ ചായ കുടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളെ ഈ വില്ലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇപ്പം കണ്ടിട്ട് ഞാൻ കണ്ടോ പ്രാവുകളൊക്കെ എത്രമാതിരി നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഞാൻ എൻ്റെ അനിയത്തി കൂടി കുറേ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കണ്ടേ. പിന്നെ അതാ മുന്നിലൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ കാണാൻ വന്ന് ക്ലീൻ ചെയ്യണതും. പിന്നെ ഒരുപാട് എപ്പോഴും ഇവിടെ പോലീസ് വണ്ടി ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഗവൺമെൻറ് പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കാണാൻ നല്ല രസമുണ്ട്. ആകാശം കാണാനൊക്കെ അടിപൊളി. വന്നതിൻ്റെ ശേഷം ഈ ഭാഗത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. വന്ന് കാക്കാൻ്റെ ഷോപ്പിൽ പോയി, പിന്നെ ആണ്ടനെ പോയി, അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഏതായാലും ഇതിൽ കൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഗാർഡൻ മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ അതായത് ചെടികളും ഇതൊന്നും വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ നാട്ടിലത്തെ ചെടി കേട്ടോ, പണ്ട് ചെറിയ കുട്ടികളായിന്ന് അരിയൊക്കെ ഉണ്ടാക്കി കളിച്ചിന് ആ ചെടിയൊക്കെ ഉണ്ടോ 2 സൈഡിൽ. പിന്നെ ഇവിടെ അതാ നല്ല രസമല്ലേ ഇവിടുന്ന് കാണുമ്പോൾ ഈ വീട് കാണാൻ, മറ്റേ പണ്ടത്തെ ഈ ഫിലിമിലൊക്കെ ഉണ്ടാവണ വീട് പോലെ കേട്ടോ. നല്ല രസമാണ്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അതാണ് തോന്നിയത്. പിന്നെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര പേടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഞങ്ങളെ മെയിൻ ഗേറ്റ്, അത് ഞങ്ങളെ വീട്. ഇതാണ് ഗസ്റ്റ് ഹൗസ്, ഇങ്ങനെയായിട്ട് വരുന്നത്. ആ സൈഡിൽ പിന്നെ വീടുകളൊന്നുമില്ല. പിന്നെ ഇത് വേറൊരു വില്ല, അത് ശരിക്കും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കണം, അവരുടെ ഫാമിലിയൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. സൗദിയിലും ഗൾഫിലൊക്കെ പോയ മാതിരി തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കടലാസ് പൂക്കളുണ്ടായി, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു വില്ലൻ്റെ പേര് പറഞ്ഞാൽ റമാനിവാസാണ്. ഇതെന്തുകൊണ്ടാണ് ഈ പേര് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. നല്ല അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വന്നതിൻ്റെ ശേഷം ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വില്ല, അതായത് അത്യാവശ്യം കാണാനൊരിത് അധികം. ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വില്ലൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് കേട്ടോ മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരലാണ്. ഞാൻ പറഞ്ഞല്ലോ സ്മെല്ല് ഭയങ്കര കുറവാട്ടോ. ഇവിടെ നല്ല ക്ലീനും കാര്യങ്ങളും. പിന്നെ പുകവലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ പറ്റൂല, അലൗഡല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇതാ ഈ സൈഡിൽ നമുക്കൊരു ദർഗയാണ്. ദർഗ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർക്ക് അറിയാം, ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ റോഡ്. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷന്. മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൊണ്ട് പോയാൽ സർക്കിൾ പോലത്തതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ പേര് റമാനിവാസ്. എനിക്ക് നല്ല ഇഷ്ടമായി, ഒരു വെറൈറ്റി പേരില്ലേ. പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. അതായത് നമ്മളെ നാട്ടിലത്തെ മൈലാഞ്ചി കേട്ടോ. മൈലാഞ്ചി എൻ്റെ കൈമത്തെ മൈലാഞ്ചി പോയി കഴിഞ്ഞാണ്. എന്തായാലും മൈലാഞ്ചി ഇടണം. ഇവിടുന്ന് പറിച്ചൊന്നുമില്ല കേട്ടോ, വേറെ കാര്യം. അപ്പോൾ എൻ്റെ ഉമ്മൂമ്മ ഉണ്ടാക്കിയൊരു മൈലാഞ്ചി ഉണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ. നല്ല നല്ല ചോക്ക് കേട്ടോ. ആ മൈലാഞ്ചിയാണ് ഞാൻ കല്യാണത്തിന് മുന്നേ കെട്ടീന്. ഇപ്പം അങ്ങനെ ഇടലില്ല, കാരണം മടിച്ചിരിക്കണേ. മൈലാഞ്ചി ഇടാണെങ്കിൽ അമ്മിമല കരച്ചാണ് കൈ നിറച്ചിടണം. അതിൻ്റെ ഒരു മണമുണ്ട് മക്കളെ, നല്ലതാണ്. വെയിലടിക്കുമ്പോൾ ഈ സ്ഥലം നോക്കി നല്ല ഭംഗിയില്ല. അതാരോ പോണ് നോക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ഇവിടെ ഒന്നും ഒറ്റ പൂച്ചാളിയും കാണുന്നില്ലല്ലോ എന്ന്. എന്തായാലും ഇപ്പോൾ ഒന്നിനെ കണ്ടേ. പിന്നെ ഇതാ ഈ റൂമാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതല്ലേ, ഈ റൂമാണ്. പിന്നെ ഈ ഒരു വീട്ടിലെ അടിയത്ത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മുകളിൽ ഇപ്പോൾ വേറെ ആരൊക്കെ വന്നാണ് കേട്ടോ. അപ്പോൾ മിക്കവാറും ഒരു 2 ദിവസത്തോട് പോകും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതാ ഇവിടെ വന്ന് നമുക്ക് ഇരിക്കാം. അങ്ങനെ അവിടെ നമുക്ക് കുറച്ച് നേരം പോയി ഇരിക്കട്ടോ. പിന്നെ എൻ്റെ ചെരുപ്പുണ്ട് കണ്ട, ആ ഒരു ചെറുച്ചെടുത്ത് ഇതിൻ്റെ അളിമാൻ്റെ മോൻ്റെ കേട്ടോ. ഇതിൻ്റെ ചെരുപ്പ് റൂമിൽ വെച്ചതിന്. അപ്പോൾ ഇപ്പം ഞാൻ ഷോപ്പൊക്കെ പോയിക്കണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ റൂം വിട്ട് പോയി. അപ്പോൾ ചെരുപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എളിമാൻ്റെ മോൻ്റെ ചെരുപ്പ് എടുത്തത്. പിന്നെ വേറൊരു കോമഡി എന്താ വെച്ചാൽ എനിക്ക് തണുത്തിട്ട് ഞാൻ സോക്സ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കന്നടക്കാരത്തി ആയിക്കണേ. പിന്നെ ഇത് ഈ വീട്ടിന് മുറ്റത്തുള്ള ചെടി കേട്ടോ, നല്ല രസമല്ലേ കാണാൻ, പണ്ടത്തെ അപ്പൂപ്പന്താടീൻ്റെ ഒക്കെ മാതിരി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്മോൻ്റെ മോൻ്റെ ഷോപ്പിൽ വന്നാണ്. ഞങ്ങൾക്ക് ഇത് തന്നെ പണി കേട്ടോ, ഒരു കടയിൽ നിന്ന് മറ്റേ കടക്കോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഇവരിങ്ങനെ ആദ്യം പറയണം. അപ്പോൾ ഇവരോട് യൂട്യൂബ് എന്ന് പറഞ്ഞു, വേറെ ഒന്നും അറിയില്ലല്ലോ, ഹിന്ദി അറിയില്ലല്ലോ. ഹിന്ദി മുജേ മാലു നെഹി അത് മാത്രമേ അറിയുള്ളൂ. കാണുന്നവരെന്തേ ചോദിച്ചാൽ അതാട്ടോ പറയലേ. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റേ ഷോപ്പിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ കണ്ടില്ല, അതൊരു സർക്കിളാട്ടോ, ഒരു ജംഗ്ഷനാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര, ഞാൻ പറയല്ലോ ഇവിടെ വൃത്തി വളരെ കുറവാണ്. പക്ഷേ റോട്ടുമ്മൽ ഇതൊന്നും അങ്ങനെ കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ രാവിലെ വന്നുകൊണ്ട് ഇവർ ഗവൺമെൻറ് അതൊക്കെ ക്ലീൻ ചെയ്ത് പോകും. പിന്നെ ഇഷ്ടം പോലെ കച്ചവടക്കാരിട്ട്, അതായത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ വുമൻസ് ആയാലും
അതായത് ചെറുപ്രായത്തിൽ തന്നെ ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങും കേട്ടോ. ചെറിയ കുട്ടികൾ തന്നെ പണിക്ക് പോയി സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മളെ നാട്ടിലൊന്നും അത് പറ്റില്ല. പക്ഷെ ഇവരെ ശരിക്കും ഇന്ത്യയിൽ അത് അനുവദനീയമല്ല. പക്ഷേ ഇവരെ എന്ന് വെച്ചാൽ ഇവരങ്ങനെ കേട്ടോ മക്കളൊക്കെ പഠിപ്പിക്കണേ. ഇവരെ കൂടെ ഇവർ ജോലിക്ക് പോകുമ്പോൾ ഇവരെയും കുട്ടികളെയും കൊണ്ടുപോകും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ പോണത് കോളേജിൻ്റെ അടുത്ത് കൂടെയാണ്. അതായത് ഇതിനപ്പുറത്ത് കോളേജ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കോളേജാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂളൊക്കെ വരാണ്ട് ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഇത് വുമൻസിൻ്റെ കോളേജാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കുട്ടികൾ ഇതിൽ കൂടെ നടന്നു പോകുന്നതും കാണാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല KSRTC സ്റ്റാൻഡാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാക്കാൻ്റെ ഷോപ്പ്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. അത് നമ്മൾ കടയിലെത്തിയപ്പോൾ അമ്മോൻ്റെ മോൻ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടേക്ക് സാധനം കൊടുക്കാണ്ട് തണ്ടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെരേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ വീട്ടിൽ വന്നതിൻ്റെ ശേഷം. ഇവിടെ വന്നതിൻ്റെ ശേഷം ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദർഗ. ഇവിടുന്ന് കാണാൻ അടിപൊളിയായിട്ട് ഒരു വ്യൂ നല്ല രസമുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ഈ ബാക്കിലുള്ള ചെടി കരയപ്പിൻ്റെ ഇല ആദ്യം ഞാൻ വിചാരിച്ചു, പിന്നെല്ലാം മനസ്സിലായത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ആ ദർഗയിൽ നിന്ന് ഇറങ്ങി. ദർഗ എന്ന് പറഞ്ഞാൽ മക്കാമ് എന്നാണ് കേട്ടോ, ഒരു പള്ളി മാറ്റ സ്ഥലം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കണതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഞങ്ങളിപ്പോൾ വേറൊരു ദർഗ കാണാൻ പോവുകയാണ്. അത് എൻ്റെ ഉപ്പ കാണിച്ചു കൊടുത്താട്ടെ എൻ്റെ ഉമ്മക്ക്. അപ്പം ഉമ്മ പറഞ്ഞത് നല്ല രസമുണ്ട് കാണാൻ, അത്യാവശ്യം വലിയ ദർഗയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏതായാലും ഇവിടെ വന്നിട്ട് എങ്ങോട്ട് പോയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ എടുത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. പിന്നെ ഹംപിയൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് എടുത്തുള്ളത്. പക്ഷെ ഹംപിയിലൊക്കെ ഏകദേശം ഇവിടുന്ന് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടെ ഒരാൾ വേണം. കാക്കാക്കാണെങ്കിൽ ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് കടയിൽ തിരക്കാൻ നമുക്ക് എങ്ങോട്ട് പോയാലൊന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദർഗയിലെങ്കിലും പോവാമെന്ന്. പിന്നെ നേരത്തെ പോയ ആ വണ്ടി കണ്ടോ, അത് ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇവിടെ പഞ്ചസാര ഫാക്ടറി ഉണ്ട്. അപ്പം അതിക്ക് സാധനങ്ങൾ കൊണ്ടുപോകണേ. അങ്ങനെ അതൊക്കെ സംസാരിച്ചിരിക്കും. ഇതാ വരുന്ന ഗണേഷ് ട്രാവൽ അടുത്ത ട്രിപ്പായിട്ട് വരിക കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം അയക്കണേ. അതായത് വൈകുന്നേരം ഇവിടുന്ന് തിരിച്ച് പോകണ ഒരു സമയമാണ്. ചെറിയ കുട്ടികളൊക്കെ മദ്രസ വിട്ട് തരിക കേട്ടോ. ഈ സമയത്ത് നമ്മൾ നാട്ടിലുണ്ടല്ലോ രാത്രി മദ്രസ, അതേപോലെ ഇവിടുത്തെ കുട്ടികൾ മദ്രസൊക്കെ വിട്ട് തരികയാണ്. അങ്ങനെ ദർഗയിലെത്തി. എൻ്റെ അമ്മ വണ്ടി പരി കയറുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മക്ക് ഒരു വട്ടം വന്നൊരു പരിചയമുള്ളതുകൊണ്ട് എൻ്റെ അമ്മ വേഗം വരുന്നുണ്ട്. ഞങ്ങൾ ഇത് തന്നെയാണോ എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ദർഗയിൽ കയറി. അങ്ങനെ അവിടെ കണ്ട് കുറേ മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അവിടുന്ന് ദുആ ഒക്കെ ചെയ്ത് പിന്നെ അവിടെ കുറേ നേരം ഇരുന്നിട്ടാ. ഇതായത് ഇവർ ഫാമിലി മുഴുവനും ഇവിടെ തന്നെയാണ് അടക്കിയിരിക്കണേ. ചെറിയ കുട്ടികളെ ഖബർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പള്ളീൻ്റെ ഒരു ഡിസൈനാട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് എനിക്ക് കാണാൻ. പിന്നെ ഞങ്ങൾ ഒരു സൺസെറ്റിൻ്റെ സമയം വന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി ദുആ ഒക്കെ ചെയ്ത് അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ അവിടെ നമുക്ക് മധുരമുള്ള എന്തോ ഒരു സംഭവം തന്നിട്ടോ, എന്താണെന്നറിയില്ല. ഇത് കഴിക്കാൻ പറഞ്ഞു. നമുക്ക് ഹിന്ദി പറയാനും അറിയില്ല, അവർക്കാണെങ്കിൽ മലയാളം അറിയില്ല കേട്ടോ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയൊക്കെ കണ്ടേ വന്നതിൻ്റെ ശേഷം ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. നമ്മൾ രാവിലെ നീച്ചപ്പോൾ തന്നെ കേൾക്കുന്നത് ഭയങ്കര സൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ എന്തോ പാർട്ടിക്കാരെന്തോ സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ വന്ന് ഫുഡ് കഴിച്ചാൽ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. കാരണം വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറന്നു കേട്ടോ. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിനി. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് തിരക്കിലേനി ഞങ്ങൾ. പിന്നെ ഞങ്ങൾ രാത്രി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. കട ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ച്. ഇവിടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. നമ്മളെ നാട്ടിൽ ന്യൂ ഇയർ അത്ര വലിയതായി അങ്ങനെ കഴിക്കില്ലല്ലോ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ന്യൂ ഇയറിന് കേക്ക് വാങ്ങുക, കട്ട് ചെയ്യുക, അടിപൊളി കേട്ടോ. ഇഷ്ടം പോലെ ബലൂണുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്രയും അറിയില്ല 3 ആൾ, ഞാനും ചോട്ടും പിന്നെ എൻ്റെ അനിയത്തിയും പിന്നെ അതേപോലെ തന്നെ എളിയമാനും മക്കൾ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ബലൂൺ വീർപ്പിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയത്തിയും അമ്മോനും കൂടി മറ്റേ ഷോപ്പിൽ വന്നിട്ടാണ് ഇനി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ബലൂൺ വീർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് നേരം ഇന്ന് വീർപ്പിച്ചിട്ടാകും. അങ്ങനെ തിരിച്ച് കടയ്ക്ക് വന്നപ്പോഴത്തേനും ഫുൾ സെറ്റ് ആയിക്കണം. നല്ല രസമുണ്ട് കേട്ടോ കട കാണാൻ, ഷോപ്പ് കാണാൻ. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ ഇത് പിറ്റേന്ന് നെക്സ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയിട്ടുണ്ടാവും. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഷോപ്പൊക്കെ പോയില്ല, കാരണം നല്ല തിരക്കായിക്കാരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ പോയില്ല. പിന്നെ എൻ്റെ ചുണ്ടൊക്കെ ആകെ എന്താ പറയുക, തണുപ്പടിച്ചാണ് ആകെ ഇല്ലാണ്ടായിരിക്കുന്നത് കേട്ടോ. വലിയ സുഖമൊന്നുമില്ല. പക്ഷെ ന്യൂ ഇയറിന് കട കാണാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ അവധിയാണ്. അപ്പോൾ അവധിയാണ് തോന്നുന്നുണ്ട്. കുട്ടികളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നുള്ള ഈനങ്കാട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല വെയിലും ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കട ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ പോലീസുകാരെ കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചപ്പോൾ യൂട്യൂബാണ്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളെ കടയിൽ ഇതാ പോസ്റ്ററൊക്കെ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ വന്നതാണ്. ഇഷ്ടംപോലെ ബലൂണൊക്കെ ഉണ്ട് കേട്ടോ.
കട ഓപ്പണായി. അമ്മോന് ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. തന്നെ എല്ലാവരും നേരത്തെ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണ് വരുന്നത്. നമ്മൾക്ക് എന്താ പറയുക, ഭയങ്കര തണുപ്പാണ്, നല്ല ക്ഷീണം കേട്ടോ അവിടെ. പിന്നെ ഇത് നോക്കി മക്കളെ, എത്രമാതിരി കേക്കാണ്. ഏകദേശം 2000 കേക്കോളം ഇവർ ഉണ്ടാക്കും കേട്ടോ. അത് മുഴുവൻ വിറ്റോ എന്നൊക്കെയാണ് പറയണേ. എന്താ സംഭവം നല്ലതൊക്കെ നമുക്ക് ഈ ന്യൂ ഇയറിന് കണ്ടറിയാം. പിന്നെ ഇതിൻ്റെ അടിയിൽ നിറച്ച് ബോക്സ്, അതിലൊക്കെ കേക്കുകളാണ്. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എന്തായാലും ന്യൂ ഇയറിന് ഒരു കേക്ക് മുറിച്ചിടണം തന്നെ. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. കട ഒന്ന് ശരിക്ക് കാണാം. ഏതായാലും ഇപ്പോൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കാണാമല്ലോ, നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാണ് കടൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. നിങ്ങൾ കട കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാട്ടോ. ഈ ഒരു സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സൈഡിലുള്ള പിസ്സ മേക്കിങ്ങും അതേപോലെ ബർഗർ അങ്ങനത്തെ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ വെജിറ്റേറിയൻ ആട്ടോ കൂടുതലും. ഇവർ നമ്മളെ പോലെ നോൺ വെജ് അധികം കഴിക്കില്ല എന്നല്ല, തീരെ കഴിക്കില്ല കേട്ടോ. ഇവിടെ അധികം വെജിറ്റേറിയൻ കടയാണ്, എഴുതി വെച്ചിട്ടുണ്ടാവും റെസ്റ്റോറൻറ്റ് മുന്നിലൊക്കെ വെജിറ്റേറിയൻ ആണ്. ഞാൻ നോൺ വെജ് ആയതുകൊണ്ട് കയറാൻ വിചാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ ഷോപ്പൊക്കെ വന്നപ്പോൾ ചോട്ട് കൈയാട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഇഷ്ടം പോലെ കേൾക്കണ്ട, എന്ത് കളർഫുൾ ഇല്ലേ ഗൈസ്. നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാതും അവിടെ നിന്നോട്ടെ എന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഓരോന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് അതൊക്കെ അവിടെ കിട, നമുക്ക് ഇൻഷാ അല്ലാഹ് രാത്രി മുറിക്കാനേ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണി ആയിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലേനോ. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഇനി. ഇതേനി മറ്റേ റൂമ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞ് കൊടുക്കണം. ഇവിടെ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അതായത് പബ്ലിക് മീറ്റിംഗ് എന്തോ, ഇവിടെ ഗവൺമെൻറ് മീറ്റിംഗ് എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞ് കൊടുക്കണം. സോ 2 റൂമും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മളിവിടെ ഇറങ്ങണം. നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ആ 2 റൂമുകളാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ അടി ഫുള്ള് എടുത്തിനെങ്കിലും 2 റൂമേനെ യൂസ് ചെയ്തിന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടാണ്. സത്യം പറഞ്ഞാൽ മിസ് ചെയ്തിട്ടത്. കാരണം നല്ലൊരു സ്ഥലമാണ്, സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതും കർണാടകയിൽ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റൂമേന്, ബാത്റൂമും ഡ്രസ്സിങ് റൂമും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഹോം ടൂറൊക്കെ കാണിച്ചു കഴിഞ്ഞു കേട്ടോ ഗൈസ്. പിന്നെ സത്യം പറഞ്ഞാൽ ഓരോ യാത്രേൻ്റെ ഭംഗി അറിയണം ആ യാത്ര അവസാനിക്കുമ്പോഴാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇതുവരെ ഇവിടെ സ്റ്റേ ചെയ്തു, പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്താ അറിയില്ല, ഒരു ഭയങ്കര ഒരു സങ്കടം. ഇനി ഈ വീട്ടിലേക്ക് വരുമോ, ഇനി എന്തെങ്കിലും ഈ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുമോ ഒന്നും അറിയില്ല. എന്തായാലും മിക്കവാറും ഉണ്ടാവില്ല. എന്നാലും എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് വീഡിയോനെ ഷൂട്ട് ചെയ്ത്. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കാണല്ലോ. ഈ ഞാൻ ശരിക്കും യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് മെമ്മറീസ് നമ്മൾ വീഡിയോ ഒക്കെ ഇതിലിട്ടാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കാണാം. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ. അങ്ങനെ നമ്മൾ ഷോർട്ട് വൈ എടുക്കുകയാണ്. കാരണം ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദർഗൻ്റെ സൈഡിൽ കൂടെ കേട്ടോ ഞങ്ങൾ ഷോർട്ട് വൈ, ഇതൊക്കെ ഉമ്മ കണ്ടുപിടിച്ച ഷോർട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ ഉണ്ടാക്കിയതാണ്. നല്ല ബിരിയാണി ഉണ്ട്. ഓരോരുത്തർക്ക് പാർസലൊക്കെ ചെയ്തതാണ്. മറ്റേ ഷോപ്പിലുള്ള പണിക്കാർ മലയാളീസൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കുള്ള പാർസൽ ചെയ്തതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ സിസ്റ്ററും കൂടി കുറച്ചും കൂടി കാണാൻ വിചാരിച്ച് കുറേ സ്ഥലങ്ങൾ കാണാൻ പോയിട്ടോ. നടന്നുകൊണ്ട് പോയി, ഫോണൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. ജസ്റ്റ് മൈൻഡൊക്കെ ഫ്രീ ആക്കി. എന്തായാലും നാളെ നമ്മൾ ഇവിടുന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കുറേ നടന്നൊക്കെ കണ്ടിട്ടോ. സത്യം പറഞ്ഞാൽ ഇനി ഈ നാട്ടിലേക്ക് വരുമോ ഒന്നും അറിയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ വരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ പോയി കണ്ടേ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ കട ഫുള്ള് ടാറ്റ ബൈ ബൈ പറയണ ലഗേജ് ഫുൾ സെറ്റാണ്. അമ്മോന് വരും. ഞങ്ങൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാട്ടോ. അതായത് കർണാടകയിലുള്ള തന്നെ വേറൊരു സ്ഥലം. ഇവിടുന്ന് 3 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അമ്മോൻ്റെ ഓന് രാവിലെ തന്നെ നേരത്തെ വന്ന് കടയൊക്കെ ക്ലീൻ ചെയ്യണം. ഓനോട് ബൈ ബൈ പറഞ്ഞ് കൂടുതൽ പറയാൻ വയ്യ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകണത്. ഇത്രയും ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഫാമിലി ഒപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തന്നെയാണ് കേട്ടോ, ഭാഗ്യം തന്നെ. നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എനിക്ക് മനസ്സിലായി. എപ്പോഴും കേൾക്കണ ഒരു കാര്യമാണ്, പുറത്ത് വർക്ക് ചെയ്യണവരാണെങ്കിൽ ഓൻ പുറത്താണോ അടിപൊളിക്കാരും എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ വരുമ്പോഴാണ്, ഇവരൊപ്പം വന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കടയിൽ നിന്നൊക്കെ പോകുന്നത് സത്യം നല്ല സങ്കടമായി. അത് ആ കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നാണ്, മാധവേട്ടൻ എന്നാട്ടോ ഞങ്ങൾ വിളിക്കല്. ആളെ ഞങ്ങളുടെ വീട്ടിലൊക്കെ വരലുണ്ട്. അപ്പം ഞങ്ങളാണ്ട് വന്നതാണ്. ഇതാളെ വൈഫ്, അതേപോലെ വൈഫിൻ്റെ അമ്മ, പിന്നെ മക്കളെല്ലാവരും കണ്ടിട്ടോ. ഞാൻ രാവിലെ ഇവിടെ വന്ന് പോയതാണ്. കാരണം കാക്കാൻ്റെ വണ്ടി ഇവിടെ കേട്ടോ നിർത്തിയിട്ടല്ലേ.
മൂപ്പര് നാട്ടിലേക്ക് വല്ല കാറിലാണ്. അതേപോലെ ഇവിടെ വന്നാൽ കാർ ഇവിടെയും പാർക്ക് ചെയ്യില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം എന്താ പറയുക, അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും സാരി തന്നു കേട്ടോ. അതായത് കുറച്ച് അരിയും എന്തോ സംഭവം എന്നറിയില്ല, നമ്മളെ വെൽക്കം ചെയ്യാണെന്നാണ് കാക്ക പറഞ്ഞത്. എല്ലാവർക്കും സാരിയും അതേപോലെ ഡ്രസ്സും പിന്നെ എല്ലാവർക്കും പൈസ കൊടുത്തു. അപ്പോൾ ഇതാണ് മാധവേട്ടനോട് ഞാൻ പറയണം എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന്. അപ്പോൾ ആൾ ലൈക്ക് ചെയ്യുമോ എന്നുള്ള ഇതിലൊക്കെ പറയാം. ആൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആളെ വൈഫാണത്, അമ്മ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നമ്മളെ ഫാമിലിയുള്ള ആൾക്കാരെ പോലെ തന്നെ കേട്ടോ. അവർ വേറെ സ്റ്റേറ്റാണ്, അങ്ങനെ ഇതൊന്നും തോന്നില്ല. എല്ലാവരും ഒരേപോലെ. നമ്മളെ സംസാരം അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോമഡീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിറ്റുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അവിടുത്തെ മോൾക്ക് ഇംഗ്ലീഷ് അറിയണേ, അപ്പോൾ അമ്മക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവരോട് ബൈ പറഞ്ഞു ഇറങ്ങി. സ്കൂൾ വെക്കേഷനിലൊക്കെ അവരോട് കേരളത്തിലേക്ക് വരാനും പിന്നെ അവരെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടോ. എന്തായാലും നല്ല രസമുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ ഒരു വെൽക്കം ചെയ്തൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഇനി 3-4 മണിക്കൂർ ഇവിടുന്ന് യാത്ര ഉണ്ട്. ഇനി ഞങ്ങൾ പോണത് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഷുഗർ ഫാക്ടറി, അതാട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ ആ സെയിം വണ്ടികൾ നിൽക്കുന്ന വണ്ടിയിൽ ഇവർ കരിമ്പൊക്കെ വെട്ടിയാണ്ട് ഈ വണ്ടിയിലാണ് കൊണ്ടുവരിക. അപ്പോൾ ആ കാണുന്നതാണ് ഷുഗർ ഫാക്ടറി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഫിലിമിൽ മാത്രം ഇങ്ങനത്തെ ഒക്കെ കണ്ടതുകൊണ്ട് തന്നെ ശരിക്കും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര എല്ലാവരും ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വഴിയിൽ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ ന്യൂ ഇയറിൻ്റെ കേക്കുകളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കാറിൽ കൈക്ക് പിടിച്ചിട്ടോ. കാരണം വണ്ടിയിൽ നിന്നൊക്കെ കഴിക്കല്ലോ, ഫുൾ തീറ്റ എന്നുള്ള വിചാരമുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശ്രദ്ധ ഞങ്ങളിങ്ങനെ പോകണം. പിന്നെ ഓരോ മലകളൊക്കെ കണ്ട് ഒരു കാര്യം പറയണ്ടേ, ഈ വലിയൊരു റിവർ കണ്ടിട്ടോ. ഇതെന്താ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇതുപോലത്തെ ഗ്രാമങ്ങളും അതേപോലെ തന്നെ ചെറിയ പട്ടണങ്ങൾ, പിന്നെ അതുപോലെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കുറേ മലയാളി കടകളൊക്കെ കണ്ടിട്ടോ. പക്ഷെ ഒക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഈ കാണുന്നത് ആരാണെന്ന് അറിയണം, ഒരു താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ അമ്മോൻ്റെ മോനെ ആരാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ കേരളത്തിലെ ഓരോ സംഭവങ്ങൾ, ആർട്ടിസ്റ്റുമാരെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അത് കണ്ട് ഭയങ്കര ഇതായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഇതായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ എന്തപ്പോൾ ഇനി ഇവർക്ക് മനസ്സിലായില്ലേ, ഹിന്ദി പറയാത്തതുകൊണ്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ കാക്കയായിട്ട് ഓർഡർ ചെയ്തേ. അപ്പോൾ അത് ഓരോന്നോരോന്ന് ഇങ്ങനെ വരികയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഇനി വേറെ ഒന്നുമല്ല, വേറൊരു നാടാണ്, അപ്പോൾ നമുക്ക് ഫുഡ് പറ്റുമോയെന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. പക്ഷേ അടിപൊളി ഫുഡ് ഇനി. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചും വല്ല കുന്നോ മലയാണോന്ന്, പക്ഷേ ഇത് വേസ്റ്റാണ് ഗൈസ്. എന്തിൻ്റെ വേസ്റ്റാണെന്ന് അറിയാം, നമ്മളെ നാട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന മാർബിൾ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അതിൻ്റെ വേസ്റ്റാണ്. കണ്ടോ എത്ര വലിയ ഇതിൽ നിന്നാണ് നമ്മളെ നാട്ടിലേക്കൊക്കെ മാർബിളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോൾ മലയാണ് വിചാരിച്ച്. പിന്നെ ഇനി ഒരു സംഭവം കാണാൻ വരാണ്ട്. പിന്നെ ഇഷ്ടം പോലെ കാറ്റാടികൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇനി കാണാൻ. പിന്നെ ഇവിടെ അധികം വീടുകളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. വീടുകളൊക്കെ ഭയങ്കര കുറവാണ്. അവിടെ ഓരോരോ വീടുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ നേരത്തെ കണ്ട ആ ഒരു ഷോപ്പൊക്കെ നമ്മൾ പോകണം. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ച് പ്ലെയിനിൻ്റെ ഒക്കെ ചിറകാണെന്നാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കാറ്റാടിൻ്റെ ഒരു ചിറകാണ്. എത്രമാതിരി എന്തോ ഒരു വലുപ്പം എന്നറിയാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ഇനോഗ്രേഷൻ ഉണ്ടെന്ന്. ആ ഇനോഗ്രേഷൻ ഇതാണ്. നമ്മളെത്തിയപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞ്. ഇത് ഉമ്മാൻ്റെ അമ്മോൻ്റെ കടയാണ് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്, സങ്കടം എന്ന് പറയട്ടെ. ഇതും വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർ അധികവും കഴിക്കൽ വെജിറ്റേറിയൻ ഫുഡാണ്. നോൺ വെജ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇവിടെ ഇല്ലാത്തത്. ഇവിടെയൊക്കെ ബ്രോസ്റ്റ് ചിക്കിങ് അങ്ങനത്തെ ഒരു സംഭവം കിട്ടില്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്നിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മറ്റേ വലിയ ആൾക്കാരെ പോലെ വലിയ ഷെഫുകളെ പോലെ കേട്ടോ ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇപ്പം ഏകദേശം 6 മണിയായി. റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്ന് വേഗം ഇറങ്ങാനുള്ള കാരണം ഞങ്ങൾക്ക് 6:30 ബസ്. ഇവിടുന്ന് ബസ് മംഗലാപുരത്തേക്കാണ്. നാളെ ഒരു 7 മണി 8 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ മംഗലാപുരത്തെത്തും. മംഗലാപുരത്ത് നിന്ന് പിന്നെ സാധാ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ തിരൂർക്ക് കൊടുക്കും. അങ്ങനെ കേട്ടോ പ്ലാനിങ്. അങ്ങനെ നമ്മളെ ലഗേജ് ഫുള്ള് കാറിൽ ഫുള്ള് നമ്മളെ ലഗേജാണ്. പിന്നെ ഈ ഒരു കാണുന്ന ഷോപ്പാണ് ഉമ്മാൻ്റെ അമ്മോൻ്റെ വേറൊരു ഷോപ്പിട്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് കണ്ടില്ല, വേറൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി. അവിടെ ന്യൂ ഇയറിൻ്റെ ഇതായിക്കാണ്ട് ഓരോ കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണേ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ടായി ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവണ് ഗൈസ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ മിസ് ചെയ്യണേ. കേക്ക് ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവരത് ഒരുപാട് ഐറ്റംസ് കേക്ക് ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ. ഇവർ നല്ല കേക്ക്, അതേപോലെ തന്നെ ബന്നി, അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. നമ്മൾ രാവിലെ ദോശ കഴിക്കുമ്പോൾ ഇവർ ബന്നി അങ്ങനത്തെ ഐറ്റംസാണ് കഴിക്കൽ. അപ്പോൾ അതാ ഒരുപാട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലുള്ള ഡോൾ കേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. എവിടെ പോയാലും നമ്മൾ ഫുഡ് എടുക്കും ഗൈസ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇതാ ഞങ്ങൾ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണേ. ജംഗ്ഷനിൽ വന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു നമ്മളെ ഗണേഷ് ട്രാവൽസ്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ട് ഒന്നാമത് കാക്കാനോട് യാത്രയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമായി. എന്താ അറിയില്ല, വന്നൊന്നും ഈ സ്ഥലം എനിക്ക് അത്ര ഇഷ്ടമല്ലേനി. പക്ഷേ ഇവിടുന്ന് പോരാനായപ്പോൾ പ്രത്യേകിച്ച് കാക്കാനോട് യാത്രയൊക്കെ പറഞ്ഞ് ബസ് കയറിയപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കണ്ടെന്ന് വെള്ളമൊക്കെ വന്നതാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനാ കരയണം. എൻ്റെ അമ്മ ചോദിച്ചു എന്തിനാ കരയണമെന്ന്. അത്രയ്ക്ക് സങ്കടമായിട്ടോ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ രാത്രി കണ്ടൊരു പ്രതിമയാണ്. അത് എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. പിന്നെ ബസ്സിലാണ്ട് നേരത്തെ കണ്ടില്ല. പിന്നെ ബസ്സിൽ നിന്ന് കണ്ടൊരു നല്ലൊരു വ്യൂ ആണ്. ഇത് സൺറൈസാണ് കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അതായത് യാത്ര തുടങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് യാത്ര അവസാനിക്കുമ്പോൾ കിട്ടുന്നില്ല. അത് വേറെ ഫീലിങ്ങും ഇത് വേറെ ഫീലിംഗാണ്. യാത്ര കഴിയാനായപ്പോൾ ഭയങ്കര സങ്കടമായി. പക്ഷെ നമ്മളെ നാട്ടിലേക്ക് വരികയാണ് ഓക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം കൂടി നിൽക്കേനി, കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാൻ പോവേനി, അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇനി എന്തായാലും ഒരു വട്ടം കൂടി ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാഗ്രഹിച്ച് നടക്കുമോ എന്തോന്നൊന്നും അറിയില്ല. ഇതുപോലെ പ്ലാനിങ് ഇടാതെ പെട്ടെന്ന് വരണം, അപ്പോഴാണ് നടക്കുള്ളൂ. പ്ലാനിങ് ഇട്ടോ ഒരു കാര്യം നടക്കില്ല. എനിക്കിപ്പോൾ ബോധ്യമായി. എന്തായാലും ഇപ്പോൾ 2025 തുടങ്ങിയില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചണമെന്ന് എനിക്കറിയില്ല, നമ്മളൊരു ട്രിപ്പൊക്കെ അതിന് നാട്ടിലേക്ക് പോരുമ്പോഴേ എത്ര ആയാലും നാട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിക്കിട്ടില്ല. നമ്മൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിക്കിട്ടില്ല. നമുക്ക് എന്തോ ഭയങ്കര സ്ലോയിൽ പോകണ മാതിരിയൊക്കെ. വേറെ ഒന്നും ഉണ്ടല്ല, നമുക്ക് പോകുമ്പോഴുള്ള ഉഷാറ് വരുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ. അല്ല ഞാൻ വിചാരിച്ചു എന്ത് വീട്ടിലേക്ക് എത്തട്ടെ, അതേ ഒരവസ്ഥയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ 6:30 മണിയായപ്പോൾ മംഗലാപുരത്ത് എത്തി. മംഗലാപുരത്ത് നിന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ ട്രെയിൻ കിട്ടിയിട്ടോ. അതും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അവിടുന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരു കമ്പാർട്ട്മെൻറ്റ് ഇനി നല്ല രസമുണ്ടേനി. പിന്നെ ഞാനൊരു തൊട്ടിയൊക്കെ കെട്ടി, അതിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടീനി. അത് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടേനി. ഒരുപാട് താങ്ക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തേനി. പിന്നെ ഇതിൻ്റെ 2 അനിയന്മാരട്ടോ. എൻ്റെ ചെറിയ അനിയന് ഭയങ്കര, അവന് പാട്ടൊക്കെ പാടും കേട്ടോ. ഓനിക്കറിയില്ലല്ലോ ട്രിപ്പ് അവസാനിക്കണത്. ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഷോക്ക് ഗാനം മതിയേനെ കേട്ടോ. എന്തായാലും ട്രിപ്പ് കഴിഞ്ഞ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ സങ്കടം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിക്കട്ടോ. പിന്നെ കുറേ ഐറ്റംസുകളൊക്കെ ആക്കാൻ്റെ കടയിൽ നിന്ന് തന്നെ പൊക്കിക്കൊടുക്കണം കേട്ടോ. നമ്മളെ നാട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്നാലും കർണാടകയിൽ നിന്ന് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. ഇത് അമ്മൻ്റെ മോനൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ഇനി എന്ത് കഴിഞ്ഞില്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ല രസമായിന് കേട്ടോ. ട്രിപ്പൊക്കെ അടിപൊളിയേനി. കുറേ എന്തായാലും എല്ലാവർക്കും ഫാമിലി ആയിട്ട് കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ് നല്ല അടിപൊളിയേനി. നല്ല രസമുണ്ടേനി. ന്യൂ ഇയർ കാണാൻ പറ്റി. ന്യൂ ഇയറിന് വേറൊരു നാട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു അടിപൊളി തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിന്. പിന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം കേട്ടോ. ട്രെയിൻ കയറിയോണ്ട് തന്നെ ഒന്നാമത് നല്ല തണുപ്പുള്ള കാറ്റൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണം. അതുകൊണ്ട് ഞങ്ങളൊക്കെ കുറച്ചേരൊക്കെ ഇടുന്നിറങ്ങി. സത്യം പറയാലോ, കഴിഞ്ഞ വർഷം ഭയങ്കര മ്യൂസിക്കാണ്ടേനെ. അത് മിക്ക ആൾക്കാർക്കും അങ്ങനെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഓരോരുത്തർ റീലിട്ടപ്പോഴാട്ടോ മനസ്സിലായത്. എന്തായാലും അൽഹംദുലില്ലാ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഫാമിലിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ്. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റി. എൻ്റെ ഏറ്റവും വലിയൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ് ഫാമിലീസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അത് എനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണേ. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഒരുപാട് ആഗ്രഹിച്ചാലും ഒന്നും നടക്കില്ല. അപ്പം ആഗ്രഹിക്കാം, പക്ഷെ അമിതമാവരുത്. അപ്പോൾ നമ്മൾ ട്രാവൽ വ്ളോഗ് ഇവിടെ അതിൻ്റെ ചെയ്യണം. ഒന്നാമത് നല്ല ടയേർഡാണ്. അപ്പോൾ ഇനിയും വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.